നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSൽ BSc നഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടി അപേക്ഷ നൽകിയിട്ടുള്ള എല്ലാ കുട്ടികളുടെയും റാങ്ക് LBSൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ ഉണ്ടായിരിക്കുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കുകയില്ല. കാരണം സീറ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കുള്ള കുട്ടികൾക്ക് മാത്രമാണ് അവർ കൊടുത്തിരിക്കുന്ന കോഴ്സ് ലഭിക്കുന്നത്. അതുപോലെ LBSൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കുട്ടികൾ ടോക്കൺ ഫീസ് അടയ്ക്കണം. ഇങ്ങനെ അടച്ച ടോക്കൺ ഫീസ് നിങ്ങൾ ആ കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ, ആ കോളേജിൽ തുടർന്ന് പഠിക്കുന്നില്ല എങ്കിൽ തിരികെ ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി LBSൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം ക്ലോസ് ആയിക്കഴിഞ്ഞ് റീഫണ്ടിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ അപേക്ഷ കൊടുത്തതിന് ശേഷം വളരെ താമസിച്ചാണ് ടോക്കൺ ഫീസ് തിരികെ ലഭിക്കുന്നത്. LBSൻ്റെ ആപ്ലിക്കേഷൻ 17-ാം തീയതി കഴിയുമ്പോൾ ക്ലോസ് ആകും. ജൂൺ 28-ാം തീയതി അപേക്ഷിച്ച കുട്ടികളുടെ അപേക്ഷ പരിശോധനകൾക്ക് ശേഷമുള്ള ഡേറ്റ LBSൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ പബ്ലിഷ് ചെയ്യും. തെറ്റുകൾ ഉണ്ടെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിലും അത് തിരുത്തുവാനും സമയമുണ്ട്. ജൂലൈ 7-ാം തീയതി വരെ അതിന് സമയമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻ്ററുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ മാർക്ക് എന്നിവ നിങ്ങൾക്ക് തെറ്റായിട്ടാണ് നൽകിയിരിക്കുന്നതെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടി LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻ്ററിൽ കോൾ ചെയ്യാവുന്നതാണ്. ജൂലൈ 7-ാം തീയതി വരെ ഇതിന് സമയമുണ്ട്. തെറ്റുകൾ തിരുത്തിയതിന് ശേഷം ജൂലൈ 12-ാം തീയതിയാണ് താൽക്കാലികമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം ജൂലൈ 15-ാം തീയതി ഫൈനലായിട്ടുള്ള റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യും. അതിനുശേഷം ജൂലൈ 15-ാം തീയതി മുതൽ ജൂലൈ 18-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് കോളേജ് ഓപ്ഷൻ നൽകുവാനുള്ള സമയം. ഈ സമയത്ത് റാങ്ക് ലിസ്റ്റിലെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള കോളേജുകൾ ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്താം. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കുട്ടികൾക്കും കോളേജ് ഓപ്ഷൻ നൽകാൻ സാധിക്കും. എത്ര കോളേജുകൾ വേണമെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. 2024-ലെ അലോട്ടഡ് കാൻഡിഡേറ്റ്സ് ലിസ്റ്റ് LBSൻ്റെ സൈറ്റിൽ ഉണ്ട്. അതിൽ നിന്ന് ഓരോ റാങ്കിനും ഏതൊക്കെ കോളേജിൽ 2024-ൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് അറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കാവുന്നതാണ്. നിങ്ങളുടെ റാങ്കിന് ഏതൊക്കെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് നോക്കിയതിന് ശേഷം ആ കോളേജുകൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്താം. അതുപോലെ നിങ്ങളുടെ റാങ്കിനോട് അടുത്ത് നിൽക്കുന്ന റാങ്കിന് ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കിയതിന് ശേഷം ആ കോളേജുകളും നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. LBSൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം 2024-ലെ അലോട്ടഡ് കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജ് ഓപ്ഷൻ തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് കോളേജ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് എളുപ്പം ആയിരിക്കും. ജൂലൈ 15-ാം തീയതി മുതൽ ജൂലൈ 18-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് കോളേജ് ഓപ്ഷൻ കൊടുക്കുവാനുള്ള സമയം. LBSൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കുട്ടികൾക്കും കോളേജ് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.